ഒരു കാലത്ത് മലകളും പുഴകളും നിറഞ്ഞ വലിയ ഒരു വനം ഉണ്ടായിരുന്നു. അതിനെ എല്ലാവരും മഹാവനം എന്നു വിളിച്ചു. ഈ വനത്തിൽ അനേകം മൃഗങ്ങൾ ചെറുതും വലുതുമായ ജീവിച്ചു. മൃഗങ്ങൾക്ക് മാത്രം വിഹരിക്കാൻ പര്യാപ്തമായ ഈ സ്ഥലം മനുഷ്യർക്ക് വളരെ ഭയാനകമായിരുന്നു. ചെറിയ ഗ്രാമത്തിൽ മണി എന്ന 10ാം ക്ലാസ്സുകാരൻ തന്റെ അമ്മയ്ക്കും അച്ഛനും ഒപ്പം താമസിക്കുകയായിരുന്നു. മണി വളരെ സഞ്ചാരാസക്തനായിരുന്നു. അവൻ അവന്റെ പാഠങ്ങൾ കഴിഞ്ഞാലുടനെ മിക്കപ്പോഴും വെള്ളച്ചാട്ടങ്ങളും വനപ്രദേശങ്ങളും അന്വേഷിക്കാൻ പോകും. എന്നാൽ ഒരു കാര്യം മണി കേട്ടിരുന്നതിനാൽ ബുദ്ധിമുട്ടുന്നു: മഹാവനത്തിലേക്ക് ആരും പോകരുത്, അത് വളരെ അപകടകരമാണ്. ഒരു ദിവസം മണിയുടെ അമ്മ അവനെ വിളിച്ചു പറഞ്ഞു: മണി, നീ ആ വനത്തിനടുത്ത് പോകരുത്, അവിടെ കടുവകളുണ്ട്. വേട്ടക്കാരൻ പോലും അവിടെ കയറാൻ ഭയക്കുന്നു. മണി മാതാവിന്റെ മുന്നറിയിപ്പ് കേട്ടെങ്കിലും ആ വനത്തിൽ എന്താണെന്ന് കാണണം എന്ന ആഗ്രഹം അവനെ വിട്ടില്ല. ഒരു ദിവസം മണി തീരുമാനിച്ചു: ഞാൻ മഹാവനം കാണാൻ പോകും. പകൽ സമയത്ത് ഒരു ചെറിയ ചാക്കിലിൽ വെള്ളവും പലഹാരവും എടുത്ത് അതിന്റെ അടുത്തുള്ള പാതയിലൂടെ അങ്ങനെ മുന്നോട്ട് നടന്നു. മണി ഒരു വലിപ്പമുള്ള പഴം മരത്തിന്റെ കീഴിൽ ഇരുന്ന് വിശ്രമിക്കുമ്പോൾ അവന്റെ കഴുത്തിൽ ഒരു ശബ്ദം കേട്ടു. ആരും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. മണി ഭയന്നുവെങ്കിലും ചുറ്റും നോക്കി. ഒരു വലിയ മുയലൻ തിരിഞ്ഞ് അവനെ കണ്ടു. ഈ വനം ഒരിക്കലും സാധാരണമായ സ്ഥലമല്ല, മുയലൻ പറഞ്ഞു. ഇവിടെ കടുവയുടെ രാജ്യം നീളുകയാണ്. മണി മുന്നോട്ടും പിന്നോട്ടും ഓർത്താലും വഴിയില്ല. ഞാൻ വീട്ടിൽ തിരിച്ചുപോകണം, ദയവായി സഹായിക്കൂ, അവൻ മുയലനോട് പറഞ്ഞു. മുയലൻ ചിരിച്ചു പറഞ്ഞു: അതിന് നീ സത്യസന്ധവും ധീരനും വേണം. മുയലൻ മണിയെ കടുവയുടെ മുൻപിലേക്ക് കൊണ്ടുപോയി. കടുവ അവനെ നോക്കി ചിരിച്ചു. നീ എന്റെ കൃഷി നശിപ്പിക്കാൻ വന്നില്ലേ? മണി പേടിച്ചില്ല. ഞാൻ ഈ വനത്തെ അനാവൃതമാക്കാനല്ല വന്നത്, ഞാൻ ഈ വനത്തിന്റെ സൗന്ദര്യം കാണാനാണ് വന്നത്, അവൻ പറഞ്ഞു. കടുവയിൽ അത്ഭുതം തോന്നി. അപ്പോൾ നീയൊരു സത്യവാനാണെന്ന് തെളിയിക്കണം, കടുവ പറഞ്ഞു. കടുവ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു: മനുഷ്യർ മൃഗങ്ങളെ എങ്ങനെ സംരക്ഷിക്കണം, വനത്തിന്റെ ഇപ്രകാരം സംരക്ഷണത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നെല്ലാം. മണിയുടെ ഉത്തരങ്ങൾ കേട്ട് കടുവ ആശ്വസിച്ചു. നീ ധീരനാണ്. ഈ വനത്തിന്റെ രഹസ്യം മനുഷ്യർക്ക് പറയരുത്, കടുവ പറഞ്ഞു. മണി കുറെ ദിവസം വനത്തിൽ തന്നെ കഴിയുകയും മൃഗങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അറിവ് നേടുകയും ചെയ്തു. അവസാനം മഹാവനം വിടാനും വീട്ടിൽ മടങ്ങാനും അദ്ദേഹം തീരുമാനിച്ചു. മൃഗങ്ങൾ അദ്ദേഹത്തെ പാതയിൽ സുരക്ഷിതമായി വിടുകയായിരുന്നു. വീടെത്തിയപ്പോൾ അമ്മയും അച്ഛനും മണിയെ കണ്ടു സന്തോഷിച്ചു. വനം കാണുന്നത് ഒരു സ്വപ്നം പോലെ തോന്നി, മണി അമ്മയോട് പറഞ്ഞു. എന്നാൽ അവൻ വനം സന്ദർശിച്ചതിന്റെ രഹസ്യം ഒരു അത്ഭുതമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചു.